ക്രിസ്മസ് റിലീസുകൾ തിയേറ്ററിൽ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ 1995 ക്രിസ്മസ് സിനിമകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോണത് 2000 ഡിസംബർ ആ ക്രിസ്മസിന് ഇറങ്ങിയ സിനിമകളെ കുറിച്ചാണ്. സൂപ്പർ താരങ്ങൾ തമ്മിൽ ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടിയ ഒരു സീസണായിരുന്നു അത്, ഡിസംബർ 2000. അന്ന് പ്രധാനപ്പെട്ട സിനിമ എന്ന് പറയുന്നത് അന്ന് ഒരുപാട് പ്രതീക്ഷകളോടെ എത്തിയ സിബി മലയിൽ മോഹൻലാൽ കൂട്ടുകെട്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന സിനിമ ദേവദൂതൻ. പിന്നെ അന്നത്തെ ഹിറ്റ് മേക്കർ വിനയൻ മമ്മൂട്ടിയായിട്ട് ആദ്യമായിട്ട് ഒന്നിക്കുന്ന ദാദാ സാഹിബ്. പിന്നെ റാഫി മെക്കാട്ടിൻ്റെ ഒരു മൾട്ടി സ്റ്റാർ സിനിമ തെങ്കാശി പട്ടണം. ഇതാണ് പ്രധാനമായിട്ടുള്ള സിനിമകൾ. പിന്നെ സംവിധായകൻ ജയരാജിൻ്റെ ശാന്തം എന്ന് പറയുന്ന ഒരു സിനിമ. ഇത്രയും സിനിമകളാണ് അന്ന് പ്രധാനമായിട്ടും അന്ന് ആ ഒരു ക്രിസ്മസ് സീസൺ ഉണ്ടായിരുന്നത്. അപ്പോൾ ദേവദൂതൻ എന്ന് പറയുന്ന ഒരു സിനിമ അന്ന് ശരിക്കും എനിക്കൊന്ന് ചെങ്കോൽ എന്ന് പറയുന്ന ഒരു സിനിമ 93 ചെങ്കോലിന് ശേഷം സമ്രിൽ ബദ്രയും ചെയ്തിട്ടുണ്ട്, ഉസ്താദ് ചെയ്തിട്ടുണ്ട് സിബി മലയിൽ മോഹൻലാൽ. പക്ഷെ അതൊക്കെ ഒരു എന്താ പറയുക, സ്ഥിരം സിബി മലയിൽ സിനിമ പോലെയല്ല. ശരിക്കും നമുക്കറിയാം സമ്രിൽ ബദ്രയിൽ ഗസ്റ്റ് റോളായിരുന്നു. ഉസ്താദ് ശരിക്കും ഒരു ഷാജിക്കല ചെയ്യേണ്ട ഒരു സിനിമ. പിന്നീട് സിബി മലയിൽ സംവിധായകനാവേണ്ട ഒരു ഘട്ടം, അങ്ങനെ ഒരു കഥയൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായാലും ദേവദൂതൻ എന്ന് പറയുന്ന ഒരു സിനിമ അന്നത്തെ ഒരു അനൗൺസ്മെന്റും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ആ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പുള്ള ന്യൂസ് പേപ്പറിലൊക്കെ ഇതിനെക്കുറിച്ച്, പിന്നെ പാട്ടുകൾ, അതിൻ്റെ ഓൾറെഡി വിദ്യാസാഗറിൻ്റെ പാട്ടുകൾ. അപ്പോൾ അതൊരു ഒരു ഫാമിലി മൂഡിലുള്ള ഒരു സിനിമ, അല്ലെങ്കിൽ റൊമാൻസ്, ക്യാമ്പസ്, എന്തൊക്കെയോ ഒരു പ്രത്യേകിച്ച് സമ്മറി ബദൽഹീം ഒക്കെ കഴിഞ്ഞ് സിനിമയിൽ ആ ഒരു ഇതിൽ നിൽക്കുകയാണ്. അങ്ങനത്തെ ഒരു ഇമേജിൽ നിൽക്കുമ്പോൾ ഭയങ്കര പ്രതീക്ഷകളോട് ഇറങ്ങി. പക്ഷേ ആ ഒരു സിനിമ അന്ന് തിയേറ്ററിൽ ശരിക്കും പരാജയം തന്നെയായിരുന്നു. നമുക്കറിയാം ഒരു വലിയൊരു ഡിസാസ്റ്റർ തന്നെയായിരുന്നു. അതിൻ്റെ നിർമ്മാതാവ് സിയാദ് കോക്കറിന് ഒരുപാട് നഷ്ടം വന്ന സിനിമയാണ്. രഘുനാഥ് പലേരി പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് എന്താ പറയുക, ഭയങ്കര ഡിപ്രഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭയങ്കര മാനസികാവസ്ഥയായിരുന്നു ആ ഒരു സിനിമ. ശരിക്കും അത് മോഹൻലാൽ അല്ലായിരുന്നു. നമുക്ക് അതിൻ്റെ കഥകളൊക്കെ അറിയാം. അവർ വർഷങ്ങൾക്ക് മുമ്പ് സിബി മലയിൽ ശരിക്കും ആദ്യം സംവിധാനം ചെയ്യാൻ 80കളുടെയൊക്കെ ആദ്യമായിട്ട് സിബി മലയിൽ സംവിധായകനാവാൻ വേണ്ടി ഉദ്ദേശിച്ച സമയത്ത് പ്ലാൻ ചെയ്ത ഒരു കൊച്ചുകുട്ടീനെ വെച്ചിട്ടുള്ള ഒരു ഫാൻറ്റസി സിനിമയായിരുന്നു. പിന്നീട് അത് മാറി കുറെ കഴിഞ്ഞ് ഇവരതൊരു നടൻ, ഒരു കോളേജ് സ്റ്റുഡൻറ്റിനെ വെച്ചിട്ട്, അതായത് കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു പയ്യൻ്റെ ഒരു കഥ സെൻട്രൽ ക്യാരക്ടറാക്കി ചെയ്യാം എന്ന് പറഞ്ഞാൽ അന്ന് ഹിന്ദി സീരിയലിലൊക്കെ മോഹൻ കാണിച്ച് നടന്നിരുന്ന മാധവനെ അഭിനയിപ്പിക്കാമെന്ന് വിചാരിച്ചു. പിന്നീട് മാധവൻ ആ സമയത്ത് മലയപ്പായതേ കമ്മിറ്റഡ് ആയപ്പോൾ അത് മാറ്റിവെച്ചു. പിന്നെ പെട്ടെന്ന് മോഹൻലാലിന് ഒരു ഡേറ്റ് കിട്ടിയപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായ ഒരു സിനിമയാണ്. അതിനുവേണ്ടി മോഹൻലാലിന് വേണ്ടി കഥയൊക്കെ കുറേ പേരൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ദേവദൂതൻ സംഭവിച്ചത്. ആ സിനിമ അന്ന് പരാജയമായി. പിന്നെ മറ്റൊരു സിനിമ എന്ന് പറയുന്നത് ദാദാ സാഹിബ് ശരിക്കും അന്ന് ഭയങ്കര ബഡ്ജറ്റിലാണ് ആ ഒരു സിനിമ ഉണ്ടായത്. അത് തിയേറ്ററിൽ അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഒപ്പീനിയനും. മമ്മൂട്ടി ഫാൻസിന് വേണ്ട, പ്രത്യേകിച്ച് അതിൽ ആ ഒരു അച്ഛനായിട്ടുള്ള മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടറും, പിന്നെ കുറേ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. അന്ന് കലാഭൻ മണിയും ഇവരെല്ലാവരും ഉണ്ടെന്ന്. വിനയൻ്റെ സ്ഥിരം സിനിമകളിലൊക്കെ മുഖങ്ങളെല്ലാവരും ഉണ്ട്. പക്ഷെ ആ സിനിമ അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു. അല്ല, ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല, കാരണം പ്രത്യേകിച്ച് ബഡ്ജറ്റ് ഭയങ്കരമായിട്ടുള്ളതുകൊണ്ട്. എനിക്ക് പക്ഷേ എങ്കിലും ആ ഒരു സിനിമ ലാഭം തന്നെയായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു വിന്നറായി മാറിയത് നമുക്കറിയാം തെങ്കാശി പട്ടണമാണ്. അപ്പോൾ റാഫി മെക്കാട്ടിൻ, സുരേഷ് ഗോപിയും, അപ്പുറത്ത് ലാലും ദിലീപും. അപ്പോൾ അന്ന് ലാലിൻ്റെയൊക്കെ എല്ലാ സമ്പാദ്യവും അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അന്ന് ആ ഒരു സിനിമ ചെയ്യണത്. പക്ഷെ നമുക്കറിയാം എന്നാൽ ഭയങ്കര ക്യാൻവാസും നല്ല പാട്ട്, സുരേഷ് പീറ്റേഴ്സിൻ്റെ പാട്ടുകളും, അങ്ങനെ എന്താ പറയുക, ഒരുപാട് ടെൻഷനോട് കൂടിയാണ് ലാലൊക്കെ ഒരു സിനിമ ചെയ്യുന്നത്. കാരണം ഇവർ പ്രിവ്യൂ ഇറങ്ങി കാണുന്ന സമയത്തും പല ഒപ്പീനിയനൊക്കെ വന്നു ഭയങ്കര ടെൻഷനോട് കൂടി അന്ന് ഷെണൈസ് തിയേറ്ററിലെന്ന് പറഞ്ഞാൽ ഇവർ ആ ഒരു സിനിമ എറണാകുളത്ത് കാണുന്നത്. അപ്പോൾ ലാല് പറഞ്ഞു സിനിമ പരാജയപ്പെട്ടാൽ ഞാൻ പിന്നെ തിയേറ്ററിൽ നിന്ന് എടുത്ത് ചാടേണ്ടി വരും. ഇവർ ഒരുപാട് പ്രശ്നങ്ങളും തടസ്സങ്ങളും എന്തൊക്കെ നേരിട്ടൊക്കെയാണ് അവർ ആ സിനിമ തിയേറ്ററിൽ ഇറക്കിയത്. അങ്ങനെ ഈ 3 സിനിമ ഇറങ്ങി. അന്ന് ശരിക്കും പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നത്, അല്ലെങ്കിൽ സിനിമ ലോകം പ്രതീക്ഷിച്ചിരുന്നത് ദേവദൂതനായിരുന്നു. പക്ഷെ വിന്നറായി മാറിയത് തെങ്കാശി പട്ടണമാണ്. ദേവദൂതൻ ഭയങ്കര ഡിസാസ്റ്ററായിട്ട് പോയി. ദാദാ സാഹിബ് കുഴപ്പമില്ലാത്തൊരു വിജയമായി. അതിൽ ഇന്ന് പക്ഷെ നമ്മളിപ്പോഴും റിപ്പീറ്റായിട്ട് കാണുന്ന സിനിമയുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തെങ്കാശി പട്ടണമുണ്ട്, ദേവദൂതനുണ്ട്. ദേവദൂതൻ ശരിക്കും ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. കാരണം അന്ന് പരാജയപ്പെട്ടിട്ട് വർഷങ്ങൾക്ക് ശേഷം, 24 വർഷങ്ങൾക്ക് ശേഷം സിനിമ വീണ്ടും തിയേറ്ററുകളിൽ ഇറക്കി റിലീസ് ചെയ്ത് അത് കളക്ട് ചെയ്തു എന്ന് പറയണത് അതൊരു വലിയൊരു കാര്യം. എനിക്കൊന്ന് ലോക സിനിമയിൽ, ഇന്ത്യൻ സിനിമയിൽ തന്നെ അങ്ങനെ ഒരു സിനിമ ഉണ്ടോ എന്നെനിക്കറിയില്ല. പരാജയപ്പെട്ട ഒരു സിനിമ വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്തിട്ട് വീണ്ടും, നമുക്കറിയാം ഹിറ്റ് സിനിമകൾ വീണ്ടും റിലീസ് ചെയ്തിട്ട് മലയാളത്തിൽ രാവണപ്രഭു ആയിക്കോട്ടെ, സ്ഫടികം ആയിക്കോട്ടെ, പിന്നെ തമിഴിൽ ഗില്ലി പോലത്തെ സിനിമകളൊക്കെ പണ്ട് ഹിറ്റായ സിനിമ വീണ്ടും തിയേറ്ററിൽ ഇറങ്ങുന്നു. ഷോലെ ഇപ്പോഴും ഇറങ്ങുന്നു. എനിക്കൊന്ന് എല്ലാ വർഷവും ഷോലെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ പരാജയപ്പെട്ടൊരു സിനിമ വീണ്ടും ഹിറ്റാവുക എന്ന് പറയുന്നത്
അപൂർവങ്ങളിൽ അപൂർവങ്ങൾ മാത്രം സംഭവിക്കുന്നതാണ്. എന്തായാലും അന്ന് വന്ന ഒരു നഷ്ടം ഇപ്പോൾ അവരത് വീണ്ടും റിലീസ് ചെയ്തിട്ട് അതിൻ്റെ സിനിമയിലായിക്കോട്ടെ, രഘുനാഥ് അതിൻ്റെ പ്രൊഡ്യൂസർക്കായിക്കോട്ടെ, അവർക്കൊക്കെ ഭയങ്കര ഒരു സംതൃപ്തി അവർക്ക് കൊടുക്കാൻ ആ ഒരു സിനിമയുടെ ഇപ്പോഴത്തെ വിജയത്തിന് സാധിച്ചു. പിന്നെ ദാദാ സാഹിബ് എന്ന സിനിമയെക്കുറിച്ച് പറയേണ്ട മറ്റൊരു കാര്യം, അന്ന് എനിക്ക് തോന്നുന്നു നാഷണൽ അവാർഡിൽ മോഹൻലാലിൻ്റെ ദേവദൂതനും മമ്മൂട്ടി ദാദാ സാഹിബിനൊക്കെ ഫൈനൽ റൗണ്ട് വരെ എത്തിയിരുന്നു. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു അനിൽ കപൂർ ആണെന്ന് തോന്നുന്നു അന്ന് 2000, എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല, 2000 അന്ന് അനിൽ കപൂർ ആണ് വിന്നറായിരുന്നു തോന്നി. ഇവർ രണ്ടുപേരും പക്ഷേ ഫൈനൽ റൗണ്ട് വരെ ഉണ്ടായിരുന്നു, അന്നത്തെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് അവാർഡ്സൊക്കെ കിട്ടി ദേവദൂതന് അന്ന്, പക്ഷേ നിർമ്മാതാവിന് നഷ്ടമായിരുന്നു. പിന്നെ ദാദാ സാഹിബിന് ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ, ദാദാ സാഹിബ് കഴിഞ്ഞതോടുകൂടി വിനയൻ എന്ന് പറയുന്ന ഒരു സമയത്ത് അന്ന് ഒരുപാട് ഹിറ്റുകൾ കൊടുക്കുന്നൊരു വിനയൻ ഒരു വർഷം 3-4 സിനിമയൊക്കെ വരെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാദാ സാഹിബ് കഴിഞ്ഞ് അദ്ദേഹം ചെയ്ത സിനിമ കരുമാടിക്കുട്ടനാണ്. അപ്പോൾ കരുമാടിക്കുട്ടൻ 2001 വിഷുവിന് ആണ് ഇറങ്ങണം. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് മമ്മൂട്ടി വിളിച്ചിട്ട് വിനയൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഉടനെ ഒരു സിനിമ, അതായത് ആ സമയത്ത് 2001 ഓണത്തിന് തിയേറ്ററെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും പ്രൊഡ്യൂസേഴ്സൊക്കെ. പക്ഷെ ഒരു സിനിമ അന്ന് ഷാജി കൈലാസ് എസ് എൻ സാമിയോ അങ്ങനെ ഏതൊരു സിനിമയായിരുന്നു അന്ന് പ്ലാൻ ചെയ്തത്. അത് പക്ഷെ മാറിപ്പോയപ്പോൾ പെട്ടെന്നൊരു സിനിമ ചെയ്യണം. അങ്ങനെ മമ്മൂട്ടി വിളിച്ചു, ഒരു കഥ ആലോചിച്ച് അങ്ങനെ 40-ാം ദിവസം ഷൂട്ട് തുടങ്ങി. അതോ അടുത്ത ദിവസം ഷൂട്ട് തുടങ്ങി 40 ദിവസം തിയേറ്ററിൽ എത്തുകയോ അങ്ങനെ എന്തോ ആണ് സംഭവിച്ചത്. ആ സിനിമയായിരുന്നു രാക്ഷസ രാജാവ്. അപ്പോൾ ദാദാ സാഹിബ് എന്ന് പറയുന്ന ഒരു സിനിമ കൊണ്ട് വിനയൻ വീണ്ടും ഒരു മമ്മൂട്ടി ചിത്രം ചെയ്യാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായി. പിന്നെ ശാന്തം എന്ന് പറയുന്നൊരു സിനിമ, അത് പിന്നെ ജയരാജിൻ്റെ ഒരു ക്ലാസ് സിനിമ തന്നെയാണ്. അതൊരു എന്താ പറയുക, ഒരു നമുക്കെന്നും മലയാളികൾക്ക് അഭിമാനിക്കാൻ കഴിയാവുന്ന സിനിമകളിൽ ഒന്ന്. നമുക്ക് പുറം രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ഫെസ്റ്റിവൽസിലൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ളതാണ്. KP ലളിതയ്ക്ക് ആ ഒരു സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ ഒരു സിനിമയുടെ അന്ന് പ്രത്യേകത IMB ജയൻ ഫുട്ബോളിലെ പുലിയായിരുന്ന IMB ജയൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു ഹൈപ്പും ആ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അതിന് അതിൻ്റെതായ ഒരു ഓഡിയൻസ് അന്ന് തിയേറ്ററിൽ വന്നിരുന്നു. അതങ്ങനെ കുറച്ച് തിയേറ്റേഴ്സിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നന്നായിട്ട് അത്യാവശ്യം നല്ല പാട്ടുകളായാലും എല്ലാം ഒരുപാട് അപ്രിസിയേഷൻസ് കിട്ടിയ, പുരസ്കാരങ്ങൾ കിട്ടിയ ഒരു സിനിമയാണ്. അപ്പം ഇതാണ് എൻ്റെ ഒരു ഓർമ്മയിലുള്ള അന്നത്തെ ഒരു പ്രധാനപ്പെട്ട സിനിമകൾ. ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ വേറെയും സിനിമകളൊന്നും ക്രിസ്മസിനില്ല, ഇത്ര സിനിമകൾ തന്നെയാണ്. ഇനി വേറെ ഏതെങ്കിലും സിനിമകളൊക്കെ അന്ന് തിയേറ്ററിൽ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ സിനിമകളൊക്കെ ചിലപ്പോൾ നിങ്ങളെല്ലാവരും എല്ലാ സിനിമയും വന്ന് തിയേറ്ററിൽ പോയി കണ്ടവരായിരിക്കും. ഞാനന്ന് എൻ്റെ ഓർമ്മയിൽ ഈ ശാന്തം തിയേറ്ററിൽ കണ്ടിട്ടില്ല, ബാക്കിയുള്ള എല്ലാ സിനിമയും വന്ന് തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുള്ളതാണ്. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ, അന്നത്തെ നിങ്ങളുടെ ഓർമ്മകളൊക്കെ നമ്മളോട് പങ്കുവയ്ക്കുക.